പുതുവർഷം കാണാൻ കവിളേറുന്ന നാളത്തെ നേരം കേൾക്കാനും നമ്മ നേരം ഒരു കിടന്ന ചോട്ടാ മുംബൈ നാളെ റിലീസാണല്ലോ എല്ലാരും തന്നെ ലാലട്ടന്റെ പടം ചോട്ടായി മുംബൈ തിയേറ്ററിൽ നാളെ ജൂൺ 6 സുധിയുടെ ഓർമ്മ ദിവസം. ഒരു വർഷം കഴിയുമ്പോഴത്തേനും സുധിയുടെ ആണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു സമയമാണല്ലോ. അപ്പോൾ അതിനെന്തുമായിരുന്നു കിടന്ന് കാണിച്ചത്? എല്ലാവരും വരണേ, അപ്പം തിന്നാൻ വരണം എന്നൊക്കെ പറഞ്ഞ് എന്തുവാ കിടന്ന്. അതുപോലെ അലൻ ജോസ് പെരേരയെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അലൻ ജോസ് പെരേരയും തുള്ളുവോ ഡാൻസ് കളിക്കും. എന്തുവാ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ്, അതായത് ഒരാൾ മരണപ്പെട്ടാണ്. ആ മരണപ്പെട്ട ഓർമ്മ ദിവസം എന്ന് പറയുന്നത് അത് സ്വന്തം ഭർത്താവുമ്പോൾ അത്രയെങ്കിലും നമ്മളൊരു റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടത്. അതായത് വെളിയിലുള്ള ഈ കാണുന്നവരെയെങ്കിലും ബോധിപ്പിക്കുക. ഉള്ളിലോ ഭർത്താവിനോട് സ്നേഹമൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്നെങ്കിലും എന്നാലും ഒരു വെളിയിലുള്ള ആൾക്കാരെയെങ്കിലും ഒന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും. അദ്ദേഹത്തിൻ്റെ കുറേ കൂട്ടുകാരന്മാരും ഒക്കെ ഉണ്ടല്ലോ ആ ചാനലിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫ്രണ്ട്സും ഒക്കെ ഉണ്ടല്ലോ ഈ കോമഡി ഇതുപോലുള്ള പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നതിൽ. ആ ഫ്രണ്ട്സും അവരെല്ലാം കാണുമെന്നെങ്കിലും വിചാരിക്കണ്ടേ? അങ്ങനെ എന്തും ഇവിടെ കിടന്ന് കാണിക്കുന്നത്. ആ സമയത്തും കൂടി ഇവർ കിടന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ നെഗറ്റീവായിട്ടുള്ള പരിപാടികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേച്ചി ശരിക്കും ഫസ്റ്റ് മാരേജ് അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പോൾ വീട്ടിലൊക്കെ എങ്ങനെയാണ് ചേച്ചി ഇതൊന്ന്? 7-8 മാസം കഴിഞ്ഞിട്ട് അറിയിച്ചത്. അപ്പോൾ ഇവരുമായിട്ട് ഭയങ്കര അടുത്ത ബന്ധമായി താലി വരെ കെട്ടിയ അവസ്ഥയായി. വീട്ടിൽ ചെന്ന് ഓക്കെ ഇതിൻ്റെ കഴുത്തക്കണം ഒന്നുമില്ല ചേച്ചി, നീ ഒന്ന് കാണിച്ച് താലി. ഇപ്പോൾ രേണുസുതി ഇല്ലേ തുടക്കത്തിലുള്ള ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എൻ്റെ ആദ്യത്തെ ഭർത്താവാണ് സുധിച്ചേട്ടൻ, അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും കുറേ ആൾക്കാർ പോയി കുത്തിപ്പൊക്കി. രേണുസുതി ആദ്യം കല്യാണം കഴിച്ചു, പാസ്റ്ററയോ ആരും ഒരു പാസ്റ്ററെയാണ് കല്യാണം കഴിച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അല്ല, ഇപ്പൊ 2 ആണെങ്കിലും 3 ആണെങ്കിലും ഇവർക്ക് എന്താ പ്രശ്നം? എന്നോട് ആരും ക്ലാരിഫിക്കേഷൻ, ഞാൻ എന്തിനാ ഇവർക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത്? അത് ഇന്റർവ്യൂവിൽ രേണുസുതി പറഞ്ഞു അത് ഞാൻ പിന്നെ പറയാം, അത് പിന്നെ പറയത്തുള്ളൂ, ഇപ്പം അത് അങ്ങനെ രഹസ്യമായിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇപ്പം എന്തിനാണ് ആദ്യം കല്യാണം കഴിച്ചത് സുധിയാണെന്നും പിന്നെ പറയുന്നു അത് കല്യാണം കഴിച്ചിട്ടുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ രേണുസുതി ശരിക്കും പറഞ്ഞാൽ ആരെയും ഒരാളെ ആദ്യം തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫെയിലിയർ ആയതിനു ശേഷമാണ് രണ്ടാമത് വന്ന് ഈ സുധിയെ കല്യാണം കഴിച്ചത്. അതല്ലേ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി, ജനങ്ങൾക്കൊന്നും മനസ്സിലാകാതിരിപ്പില്ല. എന്തിനാണ് ഉരുണ്ട് കളിക്കുന്നത്? അപ്പോൾ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ആരോ ചോദിച്ച് എന്ന് കറക്റ്റായിട്ടുള്ള കാര്യം പറയോ, കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ? അതിന് രേണുസുതി ഉത്തരം പറയുന്നേ ഇല്ല. ഉത്തരം പറയാതെ അത് സ്കിപ്പ് അടിച്ചേക്കുകയാണ്, അതിന് മറുപടി പറയാതെ സ്കിപ്പ് അടിച്ചേക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാകത്തില്ല രേണുസുതി ആദ്യം ഒരു പാസ്റ്ററെ കല്യാണം കഴിച്ചു എന്നും അത് കഴിഞ്ഞിട്ടാണ് സുധിയെ കല്യാണം കഴിച്ചതെന്നും ഒക്കെ, സുധിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് പണിത് കൊടുത്ത വീട് ചോരുന്നതാണ്. ആ വീടിനെ പറ്റി കുറേ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് രേണുസുധിയുടെ മാത്രം വീടൊന്നും അല്ലല്ലോ, കിച്ചുവിൻ്റെ വല്യമ്മ അതുപോലെ സുധിയുടെ അമ്മയ്ക്കും അവകാശപ്പെട്ട വീടുകളല്ലേ. അപ്പോൾ അവരെല്ലാം ഒഴിവാക്കിയിട്ട് രേണുസുധിയുടെ വീട്ടിലുള്ള ആൾക്കാരെ എല്ലാം അവിടെ തന്നെ താമസിച്ച് അതൊക്കെ എന്ത് പരിപാടികളാണ് ചെയ്യുന്നത്? അവർക്കൂടെ അവകാശമുണ്ട്, അവരും പറയട്ടെ അതിന് ചോരുവാണോ, അതിന് വീടിന് പ്രശ്നങ്ങളുണ്ടോ. ആ കൊച്ച് കൊല്ലത്തോട്ട് പോയില്ലേ പഠിക്കാനായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി, ആ കൊച്ച് വല്യമ്മയുടെ കൂടെ സുധിയുടെ വീട്ടിൽ തന്നെ പോയി താമസിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വരുന്നേ ഇല്ല. ഇങ്ങോട്ട് വല്ലപ്പോഴും ഒന്ന് വരുമെന്ന് അന്ന് ആ വ്ളോഗ് ചെയ്തപ്പോൾ ആ കൊച്ച് പറഞ്ഞായിരുന്നു, വല്ലപ്പോഴും ഞാനിങ്ങനെ വരും, അനിയൻ കൊച്ചിനെ കണ്ടേച്ചൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വല്ലപ്പോഴും മാത്രമായിട്ടാണ് കിച്ചു അത് ഒതുക്കിയിരിക്കുന്നത്. അങ്ങനെ ഒതുക്കേണ്ട കാര്യമാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെ താമസിക്കേണ്ട ആ വ്യക്തിയല്ലേ. എന്താണ് രേണുസുധി പറഞ്ഞത്? കൊച്ചു പഠിത്തത്തിൻ്റെ ആവശ്യത്തിനായിട്ട് പോയേക്കുവാണ്, വേറൊരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കുവാന്നാണ് പറഞ്ഞത്. കൊല്ലത്ത് അവന് അവകാശപ്പെട്ട വീടാണ്, അവൻ്റെ വീട് തന്നെയാണത്. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ വീടല്ലേ അത്. ആ വീട്ടിൽ നിന്നല്ലേ അവൻ കൊല്ലത്ത് പോയി താമസിക്കുന്നത്. അപ്പോൾ ഈ രേണുസുധി കുറേ പ്രശ്നങ്ങളൊക്കെ നല്ലതായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കണമല്ലോ കിച്ചു അവിടെ പോയി തന്നെ താമസിച്ച് അവിടെ അവൻ്റെ വല്യമ്മയുടെ കൂടെ തന്നെ നിൽക്കുന്നതിൻ്റെ കാര്യം അതൊക്കെ തന്നെ ആയിരിക്കണമല്ലോ. പുതുവർഷം കാണാൻ കവിളേറുന്ന നാളത്തെ നേരം കേൾക്കാനും നമ്മ നേരം ഒരു കിടന്ന ചോട്ടാ. അപ്പോൾ ഇനി അടുത്തത് സുധിയുടെ ഓർമ്മ ദിവസത്തിൻ്റെ ആ ചടങ്ങുകളെ കുറിച്ച് പറയാം. അവിടെ കൊല്ലത്ത് കിച്ചുവും
പിന്നെ സുധിയുടെ സഹോദരങ്ങളും അമ്മയും എല്ലാം ചേർന്ന് ശരിക്കും ഒരു ചടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവിടെ എന്താണ് നടന്നത്? രേണുസുധിയും അലൻ ജോസ് പെരേരയെ കൊണ്ടുവന്ന് ഡാൻസ്, ഭയങ്കര ഡാൻസ്, രേണുസുധി അലൻ ജോസഫ് പെരേരയും കൂടെ ചേർന്ന് ഡാൻസ് കളിക്കുക. അതാണ് ഇവിടെ നടന്ന സുധിയുടെ ഓർമ്മ ദിവസം നടന്ന ചടങ്ങ്. എന്തോ അവൾ ഈ കാണിക്കുന്നത്? ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുധി എവിടെ പോയാണ് ഓർമ്മ ദിവസത്തിൻ്റെ ആ ചടങ്ങുകൾ ചെയ്യേണ്ടത്? സുധിയുടെ വീട്ടിൽ പോയി കിച്ചുവും സുധിയുടെ അമ്മയൊക്കെ ഉണ്ടല്ലോ, അവരുടെ കൂടെ സഹോദരങ്ങളുടെ കൂടെയൊക്കെ അല്ലേ ആ ചടങ്ങ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴല്ലേ നമുക്കെല്ലാം പറയാൻ പറ്റുള്ളൂ ആ സുധിയുടെ ആത്മശാന്തിക്ക് വേണ്ടി ചെയ്തു എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുള്ളൂ. ഇതെന്തോ അവൾ കാണിക്കുന്നത്? അതിന് പകരം അവരവിടെ നല്ല ചടങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് അതേ സമയത്ത് ഇവിടെ അലൻ ജോസ് പെരേരയെ വെച്ച് ഡാൻസ് കളിക്കുക. അലൻ ജോസ് പെരേര അവിടെ വന്നിരുന്ന് ഡാൻസ് കളിക്കുക. അതാണ് നമ്മൾ എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടേക്കുക ആ ചടങ്ങുകൾ. അങ്ങനെയാണ് അവൾ ചടങ്ങ് കംപ്ലീറ്റ് ചെയ്തതെന്നാണ് അവൾ കാണിച്ചേക്കുന്നത്. അപ്പോൾ അവൾ എന്ത് സ്ത്രീ ആയിട്ടാണ്, എന്തൊരു മനുഷ്യ സ്ത്രീയാണ് അവൾ.